ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. അസമിലെ നാഗോൺ ജില്ലയിലെ കാലിയബോറിൽ 6,950 കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 86 കിലോമീറ്റർ നീളമുള്ള ഈ എലിവേറ്റഡ് കോറിഡോർ പരിസ്ഥിതി സൗഹൃദ ദേശീയപാത പദ്ധതിയാണ്. കാസിരംഗ ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന 35 കിലോമീറ്റർ എലിവേറ്റഡ് വന്യജീവി ഇടനാഴി ഇതിൽ ഉൾപ്പെടും. PM വിശ്വകർമ്മ പദ്ധതി പ്രകാരം കരകൗശല വിദഗ്ധരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന PM വിശ്വകർമ്മ ഹാത്ത് 2026 ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യത്തിന്റെ സമ്പന്നമായ പരമ്പരാഗത കരകൗശല വൈദഗ്ധ്യ പൈതൃകം ആഘോഷിക്കാനും പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് PM വിശ്വകർമ്മ ഹാത്ത് സംഘടിപ്പിക്കുന്നത്. 64ാമത് കേരള സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം. 1028 പോയിന്റുമായി കണ്ണൂർ മുന്നിൽ, 1023 പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്ത്. വൈകുന്നേരം തേക്കിൻകാട് മൈതാനത്ത് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മോഹൻലാലും പരിപാടിയിൽ പങ്കെടുക്കും. കേരള കുംഭമേള എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഥമ മഹാമാഘ മഹോത്സവം നാളെ മുതൽ ഫെബ്രുവരി 3 വരെ തിരുനാവായയിൽ നടക്കും. മാഘ ഗുപ്ത നവരാത്രി ആരംഭ ദിനമായ നാളെ രാവിലെ 11-ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ധ്വജാരോഹണം നടത്തി മേള ഉദ്ഘാടനം ചെയ്യും. ശബരിമല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ സമാപന ചടങ്ങുകൾക്ക് തുടക്കമായി. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പ ദർശനം ഇന്നലെ രാത്രി അത്താഴ പൂജയോടെ അവസാനിച്ചു. മണിമണ്ഡപത്തിൽ മകരസംക്രമ ദിനം മുതൽ 5 ദിവസത്തേക്ക് നടക്കുന്ന കളമെഴുത്തിന് ഇന്ന് സമാപനമാകും. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പൈലറ്റ് കേന്ദ്രം നാളെ കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. ധനമന്ത്രി KN ബാലഗോപാൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ എന്നിവരും പങ്കെടുക്കും. സംസ്ഥാന ക്ഷീര കർഷക സംഗമം പടവ് 2026 കൊല്ലത്ത് തുടക്കമായി. ക്ഷീരസംഗമം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പാലുൽപാദന ക്ഷമതയിൽ രാജ്യത്ത് 2ാം സ്ഥാനം കൈവരിക്കാൻ സംസ്ഥാനത്തിനായെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ക്ഷീരസംഗമത്തിന്റെ ഭാഗമായുള്ള ഡയറി എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ മെൻസ്ട്രുവൽ കപ്പും നാപ്കിൻ സംസ്കരണത്തിനുള്ള ഇൻസിനറേറ്ററും വിതരണം ചെയ്യുന്നു. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ ഉച്ചതിരിഞ്ഞ് കൊല്ലത്ത് മുട്ടറയിൽ മന്ത്രി KN ബാലഗോപാൽ നിർവഹിക്കും. കേരളത്തിൽ SIRന്റെ ഭാഗമായുള്ള കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികളും എതിർപ്പുകളും ഈ മാസം 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുക. ഈ മാസം 29-ന് ധനമന്ത്രി KN ബാലഗോപാൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കും. മാർച്ച് 26 വരെ 32 ദിവസമാണ് സഭ സമ്മേളിക്കുക. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇൻഡോറിൽ പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ന്യൂസിലൻഡ് 17.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 88 റൺ എടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ചെന്നൈ, താമ്പരത്തേക്കും ഹൈദരാബാദിലേക്കും അമൃത് ഭാരത് ട്രെയിനുകളിന് അനുവദിച്ചെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കൂടാതെ ഗുരുവായൂരിനും തൃശൂരിനുമിടയിൽ പുതിയ ട്രെയിനിനും അനുമതിയായിട്ടുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം അപഹരിച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരരെ കൊല്ലം വിജിലൻസ് കോടതി 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കണ്ണൂർ ഇരിട്ടി എടക്കാനത്ത് പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തും. കാക്കയിലാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ചത്. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ക്യാമ്പിൽ NCC റിപ്പബ്ലിക് ദിന ക്യാമ്പ് രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സന്ദർശിച്ചു. തുടർന്ന് കേഡറ്റുകളുമായി സംവദിക്കുകയും NCC ഡയറക്ടർ ജനറലിൽ നിന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുകയും ചെയ്തു. 17 ലക്ഷം കേഡറ്റുകളിൽ 2400 കേഡറ്റുകൾക്ക് മാത്രമേ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെനറ്റർ സ്റ്റീവ് ഡെയ്ൻസിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യത്തെക്കുറിച്ചും ചർച്ച നടത്തിയതായി ജയശങ്കർ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. കഴിഞ്ഞ മാസം ആദ്യവാരത്തിലുണ്ടായ വിമാനം റദ്ദാക്കൽ, വൈകി പുറപ്പെടൽ എന്നിവയെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഇൻഡിഗോ എയർലൈൻസിന് 22,20,00,000 രൂപ പിഴ ചുമത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.